മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈവം ജീവിക്കുന്നെന്നും നാട്ടോറും ഭാരങ്ങൾ പേറുന്നവൻ. നമ്മുടെ ദൈവം ജീവിക്കുന്നെന്നും നാട്ടോറും ഭാരങ്ങൾ പേറുന്നവൻ. ഉന്നതൻ നമ്മുടെ ബലവും ഗീതവും എന്നും നല്ലവൻ ഇമ്മാനുവേൽ. ഉന്നതൻ നമ്മുടെ ബലവും ഗീതവും എന്നും നല്ലവൻ ഇമ്മാനുവേൽ. ശരിക്കും ഞങ്ങൾ യഹോവയെ എന്നെന്നും സേനയിൻ അധിപനാം നായകനേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ബെൻസിക് മിറാണ്ട, തിരുവനന്തപുരം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസിക് മിറാണ്ട. തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലൂടെയാണ് ഈ നാളുകളിൽ നാം കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുപാടും എവിടെ തിരിഞ്ഞാലും പ്രചരണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പോലും കേരളത്തിൽ ചർച്ചാ വിഷയമായി. ലോകത്തിൽ ഉള്ള രാജ്യങ്ങളുടെ ഒരു കണക്കെടുത്താൽ ഓരോ രാജ്യത്തിലും ഓരോ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളാണ് സാധാരണ നടക്കുന്നത്. എന്നാൽ ലോകത്തിൽ ഏതാണ്ട് 195 രാജ്യങ്ങളുണ്ട് എന്നാണ് പൊതുവെ കണക്കുകൾ പറയുന്നത്. 2011 കണക്കനുസരിച്ച് ഏതാണ്ട് 195 രാജ്യങ്ങൾ തന്നെയുണ്ട്. എന്നാൽ ഈ 195 ഇപ്പോൾ ചിലപ്പോൾ 200 രാജ്യങ്ങളായി കാണുമായിരിക്കാം. എന്നാൽ ഈ ഇത്രയും രാജ്യങ്ങളിലെ ജനങ്ങൾ അവരെ ആരാണ് ഭരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണ്. എല്ലാ രാജ്യത്തും നമ്മുടെ ഇന്ത്യയിലെ രീതി പോലുള്ള തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. ഓരോ രാജ്യത്തും അതത് രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളാണ് പൊതുവെ നടത്തപ്പെടുന്നത്. എന്നാൽ ജനങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വ്യക്തികളെയും ഞങ്ങളെ ഭരിക്കേണ്ടതാരാണ് അല്ലെങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കേണ്ടതാരാണ് എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അന്നത്തെ ആ സാഹചര്യം അനുസരിച്ച് ഏതെങ്കിലും പാർട്ടിക്ക് വോട്ടിടുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി മുന്നോട്ട് പോകുന്നു. ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നാം എല്ലാവരും സുപരിചിതമായി കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഞാൻ ഈ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പിൻ്റെ രീതികൾ ഒന്ന് നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓരോ രാജ്യവും അതാത് രീതിയിൽ ഓരോ മോഡൽ ആണ് അവർ തിരഞ്ഞെടുപ്പിന് അവലംബിക്കുന്നത്. ഞങ്ങളെ ആരാണ് ഭരിക്കേണ്ടതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. ചില രാജ്യങ്ങളിൽ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് പോലുമില്ല, രാജ്യഭരണമാണ്. എന്നാൽ ജനങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുന്നു, ഒടുവിൽ അവർ ഭരിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ രാജ്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ജനങ്ങളാണ് ആരാണ് ഞങ്ങളെ ഇനിയുള്ള ചില വർഷക്കാലം നയിക്കേണ്ടത്, നടത്തേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്നാൽ നാം ഇന്ന് കാണുന്ന മിക്കവാറുമുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ജനങ്ങൾ തന്നെ അയ്യോ ഇദ്ദേഹത്തെ ആയിരുന്നോ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇത് നല്ലൊരു തീരുമാനമായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് അവർ തന്നെ ചിന്തിക്കുകയും പലപ്പോഴും ദുഃഖിക്കുകയും ചെയ്യാറുണ്ട്. കാരണം വാഗ്ദത്തങ്ങൾ നിറവേറ്റാറില്ലല്ലോ ഈ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന വ്യക്തികൾ. എന്നാൽ ലോകത്തിലൊരിടത്തുമില്ലാത്ത ഒരു സംവിധാനമാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. എന്താണതെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ തങ്ങളെ ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥയിൽ നിന്നും ഏറെ വ്യത്യസ്തമായി രാജാവിനെ പ്രജകൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നിന്നും
ഏറ്റവും വ്യത്യസ്തമായി ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം പറയുന്ന വാക്കാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇവിടെ ആര് രാജാവാകണമെന്ന് പറഞ്ഞ് ജനങ്ങൾ രാജാവിനെ തിരഞ്ഞെടുത്തതല്ല, രാജാവ് ആരൊക്കെയാണ് എൻ്റെ രാജ്യത്തിലെ പ്രജകളായി തീരേണ്ടതെന്ന് പറഞ്ഞ് രാജാവ് പ്രജകളെ തിരഞ്ഞെടുക്കുന്ന അപൂർവമായ അനുഭവമാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തപ്പോൾ മനുഷ്യൻ്റെ ഗുണമോ മണമോ രീതിയോ മനുഷ്യൻ്റെ സ്വഭാവമോ ഒന്നും ദൈവം നോക്കിയില്ല. ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തപ്പോൾ നാം ഓരോരുത്തരും എങ്ങനെയായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതേ ഉള്ളൂ. എന്നാൽ ഈ പകൽക്കാലം നമ്മുടെ ദിവസം നമുക്ക് നന്ദിയോടെ തുടങ്ങാം. ദൈവമേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങയുടെ രാജ്യത്തിൻ്റെ മക്കളായിട്ടാണല്ലോ പ്രജകളായ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തത്. എന്തിനാണ് രാജാവ് തൻ്റെ രാജ്യത്തിൽ ആരൊക്കെ പ്രജകളായിരിക്കണമെന്ന് തീരുമാനിച്ച് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം? വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ മഹാരാജാവ് തൻ്റെ രാജ്യത്തിൽ ആരൊക്കെയാണോ പ്രജകളായിരിക്കേണ്ടത് എന്ന് താൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ഈ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവരെല്ലാവരും ഒരാൾ പോലും വിടാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫലം കായ്ച്ചോ എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ നിലനിൽക്കുക എന്നുമല്ല, ഇതിനകത്ത് കയറിയോ നിങ്ങൾ ഫലം കായ്ച്ചിരിക്കണം, ഇതിനകത്ത് കയറിയോ നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പോൾ ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവമേ, എന്നെ അങ്ങയുടെ രാജ്യത്തിൻ്റെ പ്രജയായി അവിടുന്ന് തിരഞ്ഞെടുത്തത് ഒരൊറ്റ ലക്ഷ്യമേ അങ്ങേക്കുണ്ടായിരുന്നുള്ളല്ലോ, ഞാൻ ഫലം കായ്ച്ചുകൊണ്ട് നിലനിൽക്കുന്നവനായി ലോകത്തിൽ അങ്ങയെ വെളിപ്പെടുത്തുവാൻ. അതിനെന്താ നാം ചെയ്യേണ്ടത്? ആ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് ഫലം കായ്ക്കുവാനും നിലനിൽക്കുവാനും ആവശ്യമായ ഘടകങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രജയുടെ പ്രാഥമികമായ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ നിലനിൽപ്പിനും നമ്മളുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്. അതൊക്കെ അതിൽ തന്നെ തെറ്റില്ല. എങ്കിലും പ്രജയായ ഞാൻ ഇന്നത്തെ ദിവസം എത്രത്തോളം ഫലം കായ്ക്കണമെന്നും ഞാൻ ഫലം കായ്ച്ച് നിലനിൽക്കുന്ന ഫലമായി ദൈവത്തെ ലോകത്തിന് പ്രദർശിപ്പിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.